ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസിയോസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു ബിസിനസ് കാർഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്ന അഡോബി ഫോട്ടോഷോപ്പും അതുപോലെ ഇല്ലുസ്ട്രേറ്ററും കൂടെ കണക്ട് ചെയ്തുകൊണ്ടാണ്. കാരണം നമ്മൾ അഡോബി ഇല്ലുസ്ട്രേറ്ററിൽ ഈ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഓൾറെഡി തന്നെ ഒരു ഫ്ലെയർ ലേഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഈ ഒരു സെയിം പാറ്റേണിലാണ് ഫോട്ടോഷോപ്പിൽ ബിസിനസ് കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ബിസിനസ് കാർഡ് ലേഔട്ട് ഇല്ലുസ്ട്രേറ്ററിൽ ചെയ്യാവുന്നതാണ്. എങ്കിലും ഫോട്ടോഷോപ്പും ഇല്ലുസ്ട്രേറ്ററും കൂടി കണക്ട് ചെയ്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബിസിനസ് കാർഡ് ലേഔട്ട് ഫോട്ടോഷോപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് പോയി ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഡോക്യുമെൻ്റ് ഒരു നെയിം കൊടുക്കാം. ഞാനിവിടെ ബിസിനസ് കാർഡ് എന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ യൂണിറ്റിൽ സെൻറ്റിമീറ്റർ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് വിഡ്ത്ത് കൊടുക്കേണ്ടത് 9 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ നമ്മൾ ഹൈറ്റ് കൊടുക്കുന്നത് 5.3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, നമ്മളിവിടെ സൈസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് റെസൊല്യൂഷൻ 300 തന്നെ കൊടുക്കാം. പിന്നെ നമ്മൾ പ്രിൻറ്റിങ്ങിന് വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ CMYK കളർ മോഡ് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ 9 സെൻറ്റിമീറ്റർ വിഡ്ത്തിലും അതുപോലെ 5.3 സെൻറ്റിമീറ്റർ ഹൈറ്റിലുള്ള ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇല്ലുസ്ട്രേറ്ററിൽ പോയിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന ഷേപ്പുകളും അതുപോലെ ഡീറ്റെയിൽസൊക്കെ ഇവിടേക്ക് കൊണ്ടുവരാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു മെയിൻ ക്യാപ്ഷനും അതുപോലെ ഷേപ്പൊക്കെ നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് കാർഡിനകത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ 2 ഷേപ്പുകളാണ് അവിടേക്ക് കൊണ്ടുവരുന്നത്. നമുക്കിത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവരാം. നമുക്കിനി ഒന്ന് റീസൈസ് ചെയ്യാം. ഓക്കെ, നമുക്കിതിവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. ഇനി നമുക്ക് ഇവിടേക്കുള്ള ആ ഒരു ഡീറ്റെയിൽസ് കൊണ്ടുവരാം. നമുക്ക് ഇതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്ത് ഇവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമ്മളിവിടെ റൈറ്റ് സൈഡിലും അതുപോലെ ടോപ്പിലൊക്കെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം നമ്മുടെ ഡീറ്റെയിൽസുകൾ കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിലിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഷേപ്പിൽ കളർ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലെയറിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ ലെയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെക്ടർ സ്മാർട്ട് ഒബ്ജക്റ്റ് ലെയറുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഇല്ലുസ്ട്രേറ്ററിൻ്റെ സഹായത്തോടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ തംബ്നെയിലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇത് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഡീറ്റെയിൽ അഡോബി ഇല്ലുസ്ട്രേറ്ററിലേക്ക് ഓപ്പൺ ആവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. വൈറ്റ് കളർ ആയതുകൊണ്ടാണ് നമുക്കിവിടെ ഇത് കാണാൻ കഴിയാത്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളർ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്കിവിടെ ടെക്സ്റ്റായിട്ട് തന്നെ ഇതിനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു ഡീറ്റെയിലിനകത്ത് കളർ ചേഞ്ച് ചെയ്ത് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ ഫോട്ടോഷോപ്പിലേക്ക് ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇവിടെ സേവ് ചെയ്താൽ മതി. അപ്പോൾ Ctrl+S പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ ഡീറ്റെയിൽ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫോട്ടോഷോപ്പിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഫോട്ടോഷോപ്പിൽ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ വൈറ്റ് കളർ കൊടുത്തിരുന്നത് ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വെക്ടർ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടുള്ള ലെയറുകൾ ഈസി ആയിട്ട് തന്നെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞാൻ ഈ ഒരു ഷേപ്പിൻ്റെ കളർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഈ ഒരു ഷേപ്പ് പുതിയൊരു ഡോക്യുമെൻ്റ് ആയിട്ട് ഇവിടെ ഇല്ലുസ്ട്രേറ്ററിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കളർ ഇതുപോലെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. സേവ് കൊടുക്കുന്നുണ്ട്. ഇനി ഫോട്ടോഷോപ്പിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇല്ലുസ്ട്രേറ്ററിനെയും അതുപോലെ തന്നെ ഫോട്ടോഷോപ്പിനെയും കണക്ട് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ഷേപ്പിൻ്റെ അതുപോലെ ഡീറ്റെയിൽസിൻ്റെ ഒക്കെ കളർ പഴയ പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ ഇവിടേക്ക് കൊണ്ടുവരാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പും ഈ ഡീറ്റെയിൽസും ആണ് അവിടെ കൊടുക്കാനുള്ളത്. ഈ ഒരു ഷേപ്പിനെ നമുക്ക് ഫസ്റ്റ് അവിടേക്ക് കൊണ്ടുവരാം. നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ സൈസ് ഒന്ന് കറക്റ്റായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിലുണ്ടായിരുന്ന ഡീറ്റെയിൽസിനെ ഇവിടേക്ക് കൊണ്ടുവരാം. ഈ ഒരു ഫസ്റ്റത്തെ ലൈൻ നമുക്ക് ക്യാപിറ്റലൈസ്ഡ് ആയിട്ട് അവിടേക്ക് കൊണ്ടുപോകാം. ഓക്കെ,
ഇതിൻ്റെ സൈസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ അലൈൻ ചെയ്യാം. ഓക്കെ, ഈ ഒരു ബിസിനസ് കാർഡിനകത്ത് നമ്മൾ ഈ ഒരു കമ്പനിയുടെ മെയിൻ കുറച്ച് ക്യാപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് കമ്പനിയുടെ നെയിം അതുപോലെ ലോഗോയൊക്കെ താഴേക്ക് പ്ലേസ് ചെയ്യാം. ഇനി നമുക്കിവിടെ റൈറ്റ് സൈഡിലായിട്ട് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം. ബിസിനസ് കാർഡിൽ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, അടുത്തായിട്ട് ഈ ഒരു ലോഗോയും അതുപോലെ കമ്പനി നെയിമും നമുക്ക് അവിടേക്ക് കൊണ്ടുപോകാം. നമുക്കിതിവിടെ ലെഫ്റ്റ് സൈഡിൽ അലൈൻ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ സൈസ് അല്പം കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കോൺടാക്റ്റ് ഡീറ്റെയിൽസുകൾ കൊടുക്കാം. നമുക്ക് ഈ ഒരു മൊബൈൽ നമ്പർ അല്പം കൂടി ബോൾഡിൽ കൊടുക്കാം. അതുപോലെ ഈ ഐക്കൺസിന് നമുക്കൊരു ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ലെയറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ തമ്പനെയിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇല്ലുസ്ട്രേറ്ററിലേക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇല്ലുസ്ട്രേറ്ററിൽ ഇത് വന്നിട്ടുണ്ട്. നമ്മൾ മുൻപ് എഡിറ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെ ലൈൻ മാത്രം ഒന്ന് ബോൾഡിൽ കൊടുക്കാം. കാരണം മൊബൈൽ നമ്പർ ഇവിടെ കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് കാണണം. ഇവിടുന്ന് ഞാൻ ബോൾഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സൈസ് കൂടി അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഐക്കൺസിന് ചുറ്റുമായിട്ട് ഒരു ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടുന്ന് റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഐക്കൺസിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് വൈറ്റ് ആക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യാം. നമുക്ക് അല്പം കൂടി റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഷേപ്പിൻ്റെ സൈസ് നമുക്ക് അല്പം കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യാം. കാരണം അവിടെ കുറച്ച് അധികം സ്പേസ് ഉള്ള പോലെയുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വർക്ക് ഒന്ന് സേവ് ചെയ്യാം. സേവ് ആസ് സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ PSD ഫോർമാറ്റിലേക്ക് ഇത് സേവ് ചെയ്യാം. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ഒരു വർക്ക് JPG ഫോർമാറ്റിലേക്ക് കൂടി സേവ് ചെയ്യാം. ഇവിടെ നമുക്ക് ഫോർമാറ്റിൽ JPG സെലക്ട് ചെയ്യാം. ഓക്കെ, സേവ് പ്രസ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി നമുക്ക് മാക്സിമം ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മുടെ വർക്ക് ഇവിടെ JPG ഫോർമാറ്റിലും സേവ് ആയിട്ടുണ്ട്. നമുക്കതൊന്നും ഇവിടെ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഈ ഒരു ഫ്ലെയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലെയറിനോട് സിമിലർ ആയിട്ടുള്ള അതേ ഡിസൈനിലാണ് നമ്മളിവിടെ ബിസിനസ് കാർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളൊരു കമ്പനിക്ക് വേണ്ട ബ്രാൻഡിങ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ തന്നെ ID കാർഡുകൾ, അതുപോലെ ലെറ്റർ ഹെഡ്, മറ്റനുബന്ധ എല്ലാ ഡിസൈനുകളും ഈ ഒരു പാറ്റേണിൽ തന്നെ ഈ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന വർക്കിലേക്ക് ഒരു ഇല്ലുസ്ട്രേറ്റർ ഫയലിനെ കൊണ്ടുവന്ന് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക.